പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കി അമേരിക്ക തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇതുവരെ ഇറാന്റെ ക്ഷമ എന്താണെന്ന് ലോകം കണ്ടു. എന്നാൽ ഇനിയും ഞങ്ങൾക്ക് ക്ഷമിക്കാനാകില്ല. നാവിക ഉപരോധം തുടരുന്നത് ക്ഷമിക്കാൻ ഇറാന് കഴിയില്ല എന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഈ നാവിക ഉപരോധവും യുദ്ധം തന്നെയെന്നും ഇനിയും തുടർന്നാൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും വ്യാപാരത്തെയും തടസ്സപ്പെടുത്തുന്ന നാവിക ഉപരോധം മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാണെന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ചർച്ചകൾ നിലനിൽക്കെ തന്നെ ഇത്തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് സൈനിക ആക്രമണങ്ങൾക്ക് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമസ് കടലിടുക്കിലെയും ഗൾഫ് മേഖലയിലെയും അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇടപെടലുകളാണെന്നും പ്രസിഡന്റ് പറയുന്നു. മേഖലയിൽ നാവിക സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിദേശ ശക്തികളുടെ നീക്കങ്ങൾ പരാജയപ്പെടുമെന്നും പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ വീണ്ടും ആരംഭിക്കേണ്ടി വന്നേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ചർച്ചകളുടെ വിശദാംശങ്ങൾ തനിക്കും ചുരുക്കം ചിലർക്കും മാത്രമേ അറിയാവൂ എന്നും ട്രംപ് അവകാശപ്പെട്ടു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ അനിശ്ചിതത്തിലാണെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. ഗൾഫ് മേഖലയ്ക്ക് അമേരിക്ക ഇല്ലാത്ത ഒരു ഭാവി ഉണ്ടാകുമെന്നാണ് ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് മുജ്തബ ഖമനേയി പ്രസ്താവനയിൽ പറയുന്നത്. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നത് US സൈനിക സാന്നിധ്യമാണ്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷ ഒരുക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ സംരക്ഷിക്കും. അധിനിവേശത്തെ ധീരമായി ചെറുത്തതാണ് ഇറാന്റെ പാരമ്പര്യമെന്നും മുജ്തബ ഖമനേയി പറഞ്ഞു. മേഖലയിലെ ആക്രമണവും സൈനിക നടപടിയും 2 മാസം പിന്നിടുമ്പോൾ ഹോർമസ് കടലിടുക്കിൽ US തോറ്റ് നാണം കെട്ടിരിക്കുകയാണ്. ഇതോടെ ഒരു പുതിയ അധ്യായമാണ് പേർഷ്യൻ ഗൾഫിലും ഹോർമുസിലും ആരംഭിക്കുന്നത്. ഹോർമുസിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നിരവധി പിശാചുക്കളുടെ അത്യാഗ്രഹം കണ്ടിട്ടുണ്ട്. ഫെബ്രുവരി അവസാനം ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാനിയൻ സേനകളുടെ അചഞ്ചലമായ ജാഗ്രത നിറഞ്ഞ ധീരമായ പോരാട്ടം ഇറാൻ ജനത സ്വന്തം കണ്ണുകളാൽ കണ്ടു. പേർഷ്യൻ ഗൾഫിന്റെ മണ്ണിൽ ഏറ്റവും വലിയ അസ്ഥിരതയുണ്ടാക്കുന്നത് അമേരിക്കയുടെ സാന്നിധ്യവും മേഖലയിൽ കൂടുകൂട്ടാനുള്ള ശ്രമങ്ങളുമാണ്. അമേരിക്കയുടെ പാവ സൈനിക കേന്ദ്രങ്ങൾക്ക് അവരുടെ സുരക്ഷ പോലും ഉറപ്പാക്കാനാകുന്നില്ല. തങ്ങളുടെ ആശ്രിതർക്ക് അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കുന്നുവെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നും ഖമനേയി പറഞ്ഞു. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ സംരക്ഷിക്കുമെന്നും മുജ്തബ ഖമനേയി കൂട്ടിച്ചേർക്കുന്നു. ആണവ മിസൈൽ ശേഷികളെ ഇറാൻ ജനത ദേശീയ തലസ്ഥാനം പോലെയാണ് കാണുന്നത്. ജലം, മണ്ണ്, വ്യോമ അതിർത്തികൾ പോലെ അവയെ സംരക്ഷിക്കുമെന്നും ഖമനേയി പറഞ്ഞു. ഇറാന്റെ ആണവശേഷികൾ പൂർണ്ണമായും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കവെയാണ് പരമോന്നത നേതാവിന്റെ വാക്കുകളും വരുന്നത്. ഇതോടെ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളുടെ സ്ഥിതി എന്താകുമെന്നതിൽ ആശങ്ക ഏറുകയാണ്. ഫെബ്രുവരി 28-ന് US ഇസ്രയേൽ ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് 9-നാണ് മുജ്തബ ഖമനേയി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രശ്നത്തിലെ നയതന്ത്ര നീക്കങ്ങൾ ഏറെക്കുറെ സ്തംഭിച്ചു നിൽക്കുന്നതിനിടെ ഇറാനുമേൽ തുടർന്നും ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാക്രമണം ഗുരുതരമായിരിക്കുമെന്ന് പുടിൻ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ചർച്ചകളിലെ സ്തംഭനം ഒഴിവാക്കി സമ്മർദ്ദം കൂട്ടാൻ വീണ്ടും കനത്ത ആക്രമണം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആസൂത്രണം ചെയ്യുന്നതായി അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.